ഏതെങ്കിലും ഒരു വർഗീയവാദിയെ, അതിൽ നിറവൊന്നും പ്രശ്നമില്ല, ആ വർഗീയവാദിയുടെ വോട്ടിനു വേണ്ടി അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. പാലക്കാട്ട് മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞ് ബിസ്ക്കറ്റിന് വായിലേക്ക് ബിസ്ക്കറ്റ് അങ്ങ് വെച്ചു അല്ലേ? അതെല്ലാരും കണ്ടതല്ലേ. വർഗീയമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ആളുടെ വോട്ട് എനിക്ക് വേണ്ട. അത് ഞാൻ വളരെ കൃത്യമായി, അല്ല ആരും ആയിക്കോട്ടെ ആളുകളാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത്, സംഘടന മാത്രമല്ല. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടു. അദ്ദേഹം പറഞ്ഞത് പാലക്കാട്ടെ സ്ഥാനാർത്ഥി വായിൽ ബിസ്ക്കറ്റുമായിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഞാൻ പറഞ്ഞ നിലപാട് പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ട് തന്നെ പാലക്കാട് ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയല്ല, പാലക്കാടിന്റെ MLA ആണ്. വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്റെ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ്. നിങ്ങൾ പാലക്കാട് പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകരെയാണല്ലോ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു, വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ട് പോലും എനിക്ക് വേണ്ട. പിന്നാണല്ലോ സംഘടനകൾ, വ്യക്തികളാണല്ലോ സംഘടനകളായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് വർഗീയമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളുടെ വോട്ടും വേണ്ട എന്ന് പറഞ്ഞ് BJPക്കെതിരെ മത്സരിക്കാൻ പോവുകയും ആ നിലപാടിനെ ഈ നാട് അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഈ നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ നാട് എനിക്ക് തന്നത്. അതിന്റെ ഉത്തരവാദിത്വ ബോധം എനിക്ക് നാടിനോട്. ഒന്നെങ്കിൽ RSSുമായി ഞങ്ങൾക്ക് ബാന്ധവുമില്ല എന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒപ്പം പറയേണ്ട കാര്യം എന്താണ്? MV ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണ് എന്നുകൂടി പറഞ്ഞു വെക്കണം. അതല്ല, MV ഗോവിന്ദൻ പറഞ്ഞതും ശരിയാണ്, RSSുമായി ബന്ധവുമില്ല എന്ന് പറയുന്നതിനെ നമ്മൾ വഴുവഴിക്കലെന്നും നിലപാടില്ലായ്മയെന്നും ഉരുണ്ട് കളിക്കലെന്നും ഒക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വായിൽ ബിസ്ക്കറ്റ് ആണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ കാലത്തും RSSുമായി സഹകരിച്ചിട്ടുണ്ട് CPM. അടിയന്തര ആവശ്യങ്ങളുടെ ഘട്ടത്തിലും RSSുമായി CPM സഹകരിച്ചിട്ടുണ്ട്.